നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലുള്ള 7ാമത്തെ പാഠമായിട്ടുള്ള മനുഷ്യ ശരീരം ഒരു വിസ്മയം, രക്തപര്യനം, വിസർജനം, നാഡീയ ഏകോപനം. ഇതേ പേരിൽ തന്നെ 5ാമത്തെ ഒരു പാഠഭാഗം കൂടെ ഉണ്ട്. അത് നിങ്ങൾക്ക് ചാനലിന്റെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്ന് പറയുന്ന പാഠഭാഗമാണ് കേട്ടോ. അപ്പൊ ചിത്രത്തിൽ നമ്മൾ നല്ല കടുത്ത പനി ബാധിച്ച് ആഹാരം കഴിക്കാതെ അവശനായ കുട്ടിയാണ് കാണുന്നത്. അപ്പോൾ ഇതിലൊരു ചോദ്യമുണ്ട്, മരുന്നുകളും ഗ്ലൂക്കോസും രക്തത്തിലേക്ക് നേരിട്ട് കുത്തിവെക്കുന്നത് എന്തിനാണ്? നമ്മൾ സാധാരണ രീതിയിൽ അവശ നിലയിലാകുമ്പോൾ ഗ്ലൂക്കോസിന്റെ ഡ്രിപ്പ് ഒക്കെ കൊടുക്കും അല്ലെ? എന്തിനാണ് മരുന്നുകളും ഗ്ലൂക്കോസും ചിലപ്പോൾ ഇഞ്ചക്ഷൻ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്, എന്തിനാണ് രക്തത്തിലേക്ക് കൊടുക്കുന്നത് അല്ലെ? എന്തിനായിരിക്കും? രക്തമാണ് എത്തേണ്ട ഭാഗങ്ങളിലൊക്കെ എല്ലാ ഇപ്പൊ ദഹിച്ചിട്ടുണ്ടായ അല്ലെ, ചെറുകുടലിൽ വെച്ച് ആഹാരം പൂർണ്ണമായിട്ട് ദഹിക്കുന്നു, അതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന പോഷക ഘടകങ്ങളെ ആയാലും ശ്വസനത്തിന്റെ ഭാഗമായി നമ്മുടെ ശ്വാസകോശങ്ങളിൽ എത്തിച്ചേർന്ന ഓക്സിജൻ ആയാലും ഇതൊക്കെ കോശങ്ങളിൽ എത്തിക്കുന്ന ആളാണ് ആര്? നമ്മുടെ രക്തം എന്ന് പറയുന്നത് അല്ലെ? അപ്പം രക്തത്തിലേക്ക് നേരിട്ട് കുത്തിവെക്കുന്നതിന്റെ കാര്യം മനസ്സിലായല്ലോ. മരുന്നായാലും ഗ്ലൂക്കോസ് ആയാലും എത്തേണ്ടിടങ്ങളിൽ കൃത്യമായിട്ട് എത്താൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഇനി അപ്പോ രക്തപര്യന വ്യവസ്ഥ അല്ലെ, ആരാണ് ഈ രക്തപര്യന വ്യവസ്ഥ? നമ്മുടെ ശരീരത്തിലെ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ് അല്ലെ. നമ്മള് ഗതാഗത മാർഗങ്ങളുണ്ടല്ലോ, റോഡ്, റെയില് അല്ലെ. അപ്പൊ അതേപോലെ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ഗതാഗത മാർഗം, അതാണ് രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോഷകഘടകങ്ങളായാലും ഓക്സിജൻ ആയാലും കോശങ്ങളിലേക്ക് എത്തിക്കുന്നതും വിസർജ്യ വസ്തുക്കളെ എവിടെയാണോ കൊണ്ടുപോകേണ്ടത് അവിടത്തേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ നമ്മുടെ രക്തപര്യന വ്യവസ്ഥയാണ്. ഏതൊക്കെയാണ് രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ? ഏതൊക്കെ ഭാഗങ്ങളാ ഉള്ളത്? ഹൃദയം, രക്തം, രക്തക്കുഴൽ. നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ് അല്ലെ. ഹൃദയം, രക്തം, രക്തക്കുഴൽ അല്ലെ. ഹൃദയമാണ് പമ്പിങ് ഓർഗൻ. എല്ലാവിടെ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മോട്ടോർ പമ്പ് സംവിധാനം വേണം അല്ലെ ശരീരത്തില്. ഇപ്പൊ ശരീരത്തിൽ അതുപോലെ പ്രവർത്തിക്കുന്ന ഒരു പമ്പിങ് സംവിധാനമാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് അല്ലെ. ഇനി രക്തമോ? രക്തത്തെയാണ് ഹൃദയം പമ്പ് ചെയ്യുന്നത്. രക്തക്കുഴലോ? രക്തക്കുഴലുകളിലൂടെയാണ് ഹൃദയം ഒഴുകുന്നത്. ജീവന്റെ നദി എന്നറിയപ്പെടുന്ന ആളാണ് നമ്മുടെ രക്തം അല്ലെ. അപ്പൊ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ രക്തം രക്തക്കുഴലുകളിലൂടെ ഒഴുകി ഹൃദയത്തിന്റെ സഹായത്തോടെ പമ്പ് ചെയ്യപ്പെട്ട് ഓക്സിജനും പോഷക ഘടകങ്ങളും എല്ലാ ഭാഗങ്ങളിലും കോശങ്ങളിൽ എത്തിക്കുകയും തിരിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ് അല്ലെ, ആ കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യുന്നു? അത് കലർന്ന രക്തത്തെ ഹൃദയത്തിൽ എത്തിക്കുന്നു. ഹൃദയം വീണ്ടും പമ്പ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് എവിടെയാണോ ശുദ്ധീകരിക്കേണ്ടത് അവിടത്തേക്ക് എത്തിക്കുന്നു അല്ലെ. ഇതാണ് നമ്മുടെ ശരീരത്തിലുള്ള രക്തപര്യന വ്യവസ്ഥ. ഇനി നമ്മൾ ഇതിലുള്ള ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ആളാരാ? രക്തമാണ് അല്ലെ. നമ്മുടെ രക്തത്തിന് എന്താണ് ചുവപ്പ് നിറം? അതിന്റെ കാരണം എന്താണ്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവാണ് അല്ലെ. ഇതാണ് ഹീം എന്ന് വെച്ചാല് ഇരുമ്പ് എന്നാണ് അർത്ഥം. ഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു തരം പ്രോട്ടീനുമാണ്. അപ്പൊ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇരുമ്പും പ്രോട്ടീനുമാണ് അല്ലെ. അപ്പൊ നമ്മൾ നന്നായിട്ട് ഇരുമ്പടങ്ങിയ ആഹാരവും പ്രോട്ടീൻ അടങ്ങിയ ആഹാരവും കഴിക്കേണ്ട ആവശ്യകത മനസ്സിലായല്ലോ. നമുക്ക് പ്രോട്ടീൻ അടങ്ങിയത് അറിയാം, മുട്ട അല്ലെ, അതുപോലെയുള്ള ഇതിലൊക്കെ പ്രോട്ടീൻ ഒരുപാടുണ്ട്, പയറുവർഗ്ഗങ്ങളിലുണ്ട് നമുക്കറിയാം. ഇരുമ്പടങ്ങിയ ആഹാരം, ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? ഈന്തപ്പഴം, കോഴിമുട്ട, മുരിങ്ങയില പോലെയുള്ള ഇലക്കറികൾ, നെല്ലിക്ക, ശർക്കര അല്ലെ. അപ്പൊ ഇതിലൊക്കെ എന്ത് അടങ്ങിയിട്ടുണ്ട്? ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ പറഞ്ഞു അല്ലെ, രക്തത്തിന്റെ ധർമ്മം നമുക്കറിയാലോ. ആരാണ് രക്തം എന്താണ് ചെയ്യുന്നത്? ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നു. കോശങ്ങളിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുവരുന്നു അല്ലെ. രക്തം ജീവന്റെ നദി, നദി തന്നെയാണ് അല്ലെ. ആ നദിയിലൂടെ ഇങ്ങനെ ഒഴുകി പോകുമ്പം തോണി കണ്ടിട്ടില്ലേ നദിയില്? ആ തോണി പോലെയാണ് നമ്മുടെ ചുവന്ന രക്താണുക്കള്. ആ ചുവന്ന രക്താണുക്കളില് ഇരിക്കാൻ പറ്റുന്ന ആ സ്ഥലമാണ് ഹീമോഗ്ലോബിൻ എന്ന് ആലോചിച്ചാൽ സിമ്പിൾ ആണ് അല്ലെ. ശ്വാസകോശമാണ് ഒരു കര, മറ്റേ കര ആരാ? നമ്മുടെ കോശങ്ങളാണ്. അപ്പൊ ശ്വാസകോശത്ത് നിന്ന് ഓക്സിജൻ അങ്ങോട്ട് കൊണ്ടുപോകും, അവിടുന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇതാണ് നമ്മുടെ രക്തത്തിന്റെ ധർമ്മം. ഇനി രക്തത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. രക്തത്തിന്റെ ദ്രാവക ഭാഗം ഏതാണ്? ഏതാണ് രക്തത്തിന്റെ ദ്രാവക ഭാഗം? നമ്മൾ ചോദ്യം 1 എന്നുള്ള രീതിയിൽ നമുക്കിത് കൊടുക്കാം അല്ലെ. 1 ഏതാണ്? പ്ലാസ്മയാണ്
രക്തത്തിന്റെ ദ്രാവക ഭാഗം ഏതാണ്? ഒന്നാമത്തെ പ്ലാസ്മയാണ് ദ്രാവക ഭാഗം. അത് ഏതാ നിറം എന്ന് വെച്ചാൽ ശരിക്കും ഇളം മഞ്ഞ നിറമാണ്. ഓക്കെ, അതായത് പ്ലാസ്മയിലല്ല ഹീമോഗ്ലോബിൻ ഉള്ളത്. ഓക്കെ, അപ്പം ഇളം മഞ്ഞ നിറമാണ്. ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നത്, അതിനൊക്കെ സഹായിക്കുന്നത് ഈ പ്ലാസ്മയാണ്. ഇനി ഏതൊക്കെയാണ് രക്തകോശങ്ങൾ? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഏതൊക്കെയാ രക്തകോശങ്ങള്? വെളുത്ത രക്തകോശം അഥവാ WBC ഉണ്ട്, ചുവന്ന രക്തകോശം അഥവാ RBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്. ഇതിൽ പ്ലേറ്റ്ലെറ്റുകളുടെ ധർമ്മം എന്താണ്? ഇതാണ് മൂന്നാമത്തെ ചോദ്യം. എന്താ പ്ലേറ്റ്ലെറ്റിന്റെ ധർമ്മം? മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? രക്തം കട്ടപ്പിടിക്കുന്നതിന് സഹായിക്കുന്ന ആളാണ് പ്ലേറ്റ്ലെറ്റ്. പ്ലേറ്റ്ലെറ്റ് മാത്രം പോരാ, നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതുപോലെ വൈറ്റമിൻ കെ അല്ലെ, വിറ്റാമിൻ കെയും കട്ടപ്പിടിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി അടുത്തത് ഹീമോഗ്ലോബിൻ കാണപ്പെടുന്ന രക്തകോശം ഏതാണെന്നുള്ളതാണ് നാലാമത്തെ ചോദ്യം. ഉത്തരം വേറെ ആരുമല്ല, ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ചുവന്ന രക്തകോശമായിട്ടുള്ള RBCയിലാണ്. ഓക്കെ, RBCയിലാണുള്ളത്. RBCന് നമ്മളിപ്പോ രക്തം കിട്ടി, ആ രക്തത്തിൽ നിന്ന് ചുവന്ന രക്തകോശത്തെ മുഴുവനായിട്ട് നീക്കം ചെയ്താൽ നമ്മൾ ആ പ്ലാസ്മയുടെ ഇളം മഞ്ഞ നിറത്തിലാണ് രക്തം കാണുക. ഓക്കെ, പ്ലാസ്മയുടെ ഇളം മഞ്ഞ നിറത്തിലായിരിക്കും രക്തം കാണുന്നത്. ചുവന്ന രക്തകോശത്തിന്റെ ആകൃതി ഉണ്ട്, നല്ല ഡിസ്കിന്റെ ആകൃതിയാണ്. ഇങ്ങനെ അല്ലെ, നമ്മൾ ബൈകോൺവെക്സ് ആകൃതി എന്നൊക്കെ പറയാം. ബൈകോൺകേവ്, കോൺവെക്സ് അല്ല, കോൺകേവ്, ഡിസ്ക് ആകൃതിയാണ്. എന്തിനാ ഈ ഡിസ്ക് ആകൃതി? എന്തിനാണ്? മലബാറിൽ കുഞ്ഞു റൊട്ടിയുടെ ആകൃതി എന്നൊക്കെ പറയാം. അപ്പം ഈ ആകൃതി എന്തിനാ? ഈ ഇവിടെ ഒരു കുഴി ഉണ്ടാവുമല്ലോ അല്ലെ, കോൺകേവ് ആകൃതി അല്ലേ, ആ കുഴികളിലായിട്ടാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ ഉള്ളത്. അപ്പൊ മർമ്മം ഉണ്ടോ? മർമ്മം ഇല്ല. പകരം ആരാണ് അവിടെ ഉള്ളത്? ആ കുഴി പോലെയുള്ള ഭാഗത്ത് ഹീമോഗ്ലോബിൻ ഉണ്ട്. അപ്പൊ ആരാണ്? നമ്മൾ പഠിച്ചു അല്ലേ, രക്തത്തിലെ ചുവന്ന രക്തകോശമാണ് തോണി. രക്തം ജീവന്റെ നദിയാണ്. ആ തോണിയിൽ ഇരിക്കാനുള്ള സീറ്റാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ. ആ സീറ്റാണ് ആരെയൊക്കെ വഹിച്ചു കൊണ്ടുപോകുന്നത്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും വിനിമയത്തിന് സഹായിക്കുന്ന ആളാണ് നമ്മുടെ ചുവന്ന രക്തകോശം. ഓക്കെ, ഇനി അടുത്ത എന്താണ് ചോദ്യം? അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. വെളുത്ത രക്തകോശങ്ങളും ചുവന്ന രക്തകോശങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? വെളുത്ത രക്തകോശം പേര് പോലെ തന്നെ വെളുത്തിട്ടാണ്, നിറമില്ല അല്ലെ. പിന്നെയോ നിശ്ചിത ആകൃതി ഉണ്ടോ? നിറവുമില്ല, ആകൃതിയുമില്ല. അത് അമീബയെ പോലെയാണ്. അമീബോയുടെ ആകൃതി എന്ന് നമ്മൾ പറയുകയും ചെയ്യും കേട്ടോ. വെളുത്ത രക്തകോശത്തിന്റെ ആകൃതി അമീബോയിഡ് ആണെന്ന് പറയാം. അമീബയെ പോലെയാണത്. ഏത് വഴിയിലൂടെ അതിന് കടന്നു പോകാൻ പറ്റും. മർമ്മമുണ്ടോ? മർമ്മമുണ്ട്. രോഗാണുക്കളെ നശിപ്പിക്കുന്ന ആളാണ് അല്ലെ, അതുകൊണ്ടാണ് നിശ്ചിത ആകൃതി ഇല്ലാത്ത. രോഗാണുക്കൾ എവിടെയാണുള്ളത് അവിടെ പെട്ടെന്ന് എത്തിച്ചേരണ്ടേ. ഇനി ചുവന്ന രക്തകോശം നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകളാണ്. ഇനി നമ്മൾ പറയുന്നത്, അപ്പൊ രക്തത്തിന്റെ കാര്യം പഠിച്ചു. ഇനി നമ്മുടെ രക്തക്കുഴലുകളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. രക്തക്കുഴലുകൾ 3 തരത്തിലുള്ളത്: ധമനി, സിര, ലോമിക. ഓക്കെ, അപ്പം ധമനി, സിര, ലോമിക ഇതാണ് രക്തക്കുഴലുകൾ. ഇവരെന്താ ചെയ്യാന്നറിയോ? രക്തത്തിന് ഒരാൾ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകും, ഒരാൾ ഹൃദയത്തിൽ നിന്ന് എടുക്കും. ഓക്കെ, അപ്പം ഹൃദയത്തിൽ നിന്ന് എടുക്കുന്ന ആള്, രക്തത്തിന് ഹൃദയം പമ്പ് ചെയ്യുന്ന ആ നല്ല ഹൈ പ്രഷർ രക്തം, ഉയർന്ന മർദ്ദമുള്ള ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തത്തെ സ്വീകരിക്കുന്ന ആളാണ് നമ്മുടെ ധമനികൾ. ഓക്കെ, ധമനികളാണ് സ്വീകരിക്കുന്നത്. എന്നിട്ട് ഇത് എന്താണ്? ഈ രക്തത്തിന്റെ പ്രത്യേകത എന്താ? ഇത് നല്ല ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തമായിരിക്കും. അപ്പൊ എവിടെയാ പോകേണ്ടത്? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കോശങ്ങളിലാണ് അത് എത്തിക്കേണ്ടത്. ഓക്കെ, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്, ശത്രുവാണ് നമ്മുടെ സിര എന്ന് പറയുന്നത്. സിരകള് ഇയാള് നേരെ എതിരാ ചെയ്യുക. എന്താ എതിര്? ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ആളാണ്. ഏത് രക്തം എത്തിക്കുക? ശുദ്ധരക്തമാണോ? അല്ല, അശുദ്ധ രക്തമാണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ് കലർന്ന രക്തമാണ്. ഓക്കെ, അപ്പൊ അതാണ് എവിടത്തേക്ക് എത്തിക്കുന്നത്? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അത് ശേഖരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ഹൃദയം അതിനെ പമ്പ് ചെയ്തിട്ട് വേണം ശ്വാസകോശത്തിലേക്ക് പോവാൻ. ഓക്കെ, അതിനാണ് സഹായിക്കുന്നത്. ഇനി ഈ സിരകളും ധമനികളും കൂടിച്ചേരുന്ന ഭാഗങ്ങളിൽ ഇത് എവിടെയാ കൂടിച്ചേരുക? ഏതെങ്കിലും ഒരു അവയവത്തിന്റെ അടുത്തായിരിക്കും. നമ്മൾ പറയില്ലേ ശരീരത്തിന്റെ വിവിധ ഭാഗം, അതെ, ആ വിവിധ ഭാഗങ്ങളിൽ തന്നെയാണ് ഈ സിരകളും ധമനികളും ബന്ധിപ്പിച്ചുകൊണ്ട് നേർത്ത കുഴലുകൾ അഥവാ ലോമികകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ആരെ നമുക്ക് കാണാൻ പറ്റുക? ലോമികകള്. ഓക്കെ, നമ്മുടെ ഏത് അവയവായാലും
ആ അവയവത്തിന് ചുറ്റും ഒരു നെറ്റ്വർക്ക് പോലെ, ഒരു ജാലിക പോലെ ഈ ലോമികകൾ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ ആ അവയവത്തിൽ നിന്ന് പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തത്തെ ആ നെറ്റ്വർക്കിലേക്കാണ് എത്തിക്കുന്നത്. ലോമികയിലാണ് ആദ്യം എത്തിക്കുക. ലോമിക എന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, അയ്യോ ഇത് ഓക്സിജൻ കുറഞ്ഞ, കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയ രക്താണല്ലോ, അപ്പോ സിരക്ക് കൊടുക്കാം അല്ലെ. ഇനി അഥവാ നല്ല ഓക്സിജൻ കൂടിയ രക്താണെങ്കിലോ, നല്ല പോഷകഘടകങ്ങളും ഓക്സിജൻ ഓക്കെ, പോഷകഘടകങ്ങൾ നമുക്ക് വിടാം. ഓക്സിജൻ കൂടുതലുള്ള രക്താണെങ്കിലോ, അപ്പോ അതിനെയും ലോമികയാണ് ആദ്യം സ്വീകരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, ഇത് ആർക്കാ കൊടുക്കണ്ടേ, ധമനിക്കാണല്ലോ കൊടുക്കണ്ടേ അല്ലെ. ഇതിനെ ആദ്യം നേരിട്ട് ശരീരത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. ഇതിനെ നന്നായിട്ട് പമ്പ് ചെയ്ത് ശരീരത്തിന്റെ തല മുതൽ കാല് വരെയുള്ള ഭാഗങ്ങളിൽ എത്തിക്കണമെങ്കിൽ ഉയർന്ന മർദ്ദമുള്ള രക്തമാക്കി അതിനെ മാറ്റണം. മനസ്സിലായോ? അപ്പൊ അതിനാണ് ധമനിക്ക് അല്ലെ, ധമനിക്ക് കൊടുക്കാം. അങ്ങനെ അവര് തമ്മിൽ ആ ഒരു ധമനി ടു സിര കോണ്ടാക്ട് വരുന്നത് നമ്മുടെ ആര് വെച്ചിട്ടാണ്? ലോമികകൾ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം സിരയിലേക്ക് കൊടുക്കുന്നു പ്രഷർ കൂട്ടാനായിട്ട്, ധമനിന്ന് പ്രഷർ കൂടിയ രക്തം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത് ഇതാണ്. ധമനിയിൽ നിന്നുള്ള രക്തം, ശുദ്ധരക്തം, അത് പിന്നെ ഈ പറഞ്ഞ ഭാഗത്തേക്ക് വരും. അവിടെ ലോമികൾ ഉണ്ട്, അവിടത്തേക്ക് എത്തും. ലോമിക ഇതിനെ നേരെ കോശങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും. കോശങ്ങളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് സിരക്ക് എത്തിച്ചു കൊടുക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള രക്തത്തെ സിരക്ക് എത്തിച്ചു കൊടുക്കും. ഓക്കെ, ഇനി അടുത്തത് ഹൃദയം. രക്തം, രക്തക്കുഴൽ, ഹൃദയം. ഹൃദയമാണ് രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രഭാഗം. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്ന ആളാണ് ഹൃദയം അല്ലെ. നമുക്ക് ഹൃദയ സ്പന്ദനം എന്താണ്? ഹൃദയം അല്ലെ, എങ്ങനെയാ ഹൃദയം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? ഇവിടെ നെഞ്ചലുണ്ട്, പിന്നെ ആരുണ്ട്? വാരിയെല്ലുകളുണ്ട്. ഇത് ഇരിക്കുന്ന സ്ഥലം ഏതാണ്? ഉദരാശയമാണോ ഔരസാശയമാണോ? ഔരസാശയം. നമുക്ക് ഡയഫ്രം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, പേശി നിർമ്മിതമായിട്ടുള്ള ഒരു ഭാഗം. ഈ ഭാഗമാണ് നമ്മുടെ ശരീരത്തെ രണ്ട് അറകള്, ശരീരത്തിന്റെ ഉള്ളിലുള്ള അറകളെ രണ്ടായിട്ട് വിഭജിക്കുന്നത്. ഓക്കെ, ഡയഫ്രം ഏതൊക്കെ അറകളായിട്ടാണ് വിഭജിക്കുന്നത്? ഈ ഡയഫ്രത്തിന്റെ മുകൾ ഭാഗം ഔരസാശയവും താഴ്ഭാഗം ഉദരാശയവും. ഇതില് ഔരസാശയത്തിലാണ് ശ്വാസകോശവും ഹൃദയവും ഇരിക്കുന്നത്. ഉദരാശയത്തില് നമ്മൾ കരളും വൃക്കയും ഒക്കെ എന്താണ്, നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭൂരിഭാഗം കാണുന്നത് ഉദരാശയത്തിലാണ്. ഓക്കെ, അപ്പൊ ഹൃദയം എവിടെയാണ്? ഔരസാശയത്തില്. ആർക്കിടയില? രണ്ട് ശ്വാസകോശങ്ങളുണ്ട്, അവർക്കിടയിലാണ് അല്ലെ. രണ്ട് ചേട്ടന്മാരുണ്ട്, അവർക്കിടയിലാണ് നമ്മുടെ ഹൃദയം നിൽക്കുന്നത്. ആരാണ് സംരക്ഷിക്കുന്നത്? വാരിയെല്ലുകൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞിട്ടാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി എന്താ പ്രത്യേകത? ഈ കാണുന്ന പോലെ ഇത്ര വലിപ്പാണോ? ഒരു മനുഷ്യന്റെ ഹൃദയം അയാളുടെ മുഷ്ടിയോളം വലിപ്പമുണ്ട് എന്നാണ് പറയാ, ഇത്ര വലിപ്പേ ഉള്ളൂ. ഓക്കെ, ഇനി ഹൃദയം വളരെ സംരക്ഷണം നൽകേണ്ട ഒരു അവയവല്ലേ, അതുകൊണ്ട് ഇതിനൊരു ആവരണമുണ്ട് അല്ലെ. ഇതിനെ പൊതിഞ്ഞുകൊണ്ട് ഇരട്ട സ്ഥലമാണുള്ളത്, ഇരട്ടപ്പാളിയോടുകൂടിയ ഒരു സ്ഥലം, അതാണ് പെരിക്കാർഡിയം. നമ്മുടെ മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? 4 അറകളാണുള്ളത് കേട്ടോ. എല്ലാ ജീവികൾക്കും ഹൃദയം ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, നമുക്കത് നോക്കാം. ഇതാ മണ്ണിര. മണ്ണിര ലക്കിയാണ് അല്ലെ. എത്ര ഹൃദയമുണ്ട്? നമ്മളെക്കാളും കൂടുതലുണ്ട്. നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. നമ്മളെ പോലെ 4 അറയുള്ളവർ ആരാണ്? ഇതിൽ ആരാണ് 4 അറകളുള്ളത്? ഇതാ കോഴി കൊടുത്തിട്ടുണ്ട്. കോഴി എന്നല്ല നമ്മൾ പറയാ, പക്ഷികൾ അല്ലെ. അപ്പൊ ഈ പക്ഷികൾക്ക് എത്ര അറകളാണ്? 4 അറകളുള്ള ഹൃദയം. നമ്മളെക്കാളും ഒരറ കുറവ് ആർക്കാണ്? ആർക്കാണ്? ഉഭയജീവികൾക്കാണ്. തവളയെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ആർക്കാണ് ഒരറ കുറവ്? ഉഭയജീവികൾക്ക് അല്ലെ. ഇനി അടുത്ത ആള്, 2 അറയുള്ള ആള്, അതാരാണ്? മത്സ്യമാണ് അല്ലെ. 2 അറയുള്ള ആളാണ് ഒരു മത്സ്യം എന്ന് പറയുന്നത്. 13 അറകളുള്ള ഒരു ഭാഗ്യവാൻ ഇവിടെ ഉണ്ട്. ആരാണ്? പാറ്റയാണ്. പാറ്റയ്ക്ക് എത്ര അറയാണ്? 13 അറ. ഇനി അതിനേക്കാളും കൂടുതൽ അല്ല, അതിനേക്കാളും കൂടുതലല്ല, 5 ജോഡി അല്ലെ. 5 ജോഡി എന്ന് വെച്ചാൽ ഏകദേശം 10 പാർശ്വഹൃദയങ്ങള് അല്ലെ. നമ്മുടെയൊക്കെ മധ്യഭാഗത്താണ്, ഇത് വശങ്ങളിലായിട്ട് ഹൃദയങ്ങളുള്ളത്. 5 ജോഡി പാർശ്വഹൃദയങ്ങളുള്ള ഒരാളാണ് മണ്ണിര. പാറ്റേനെ ക്രോസ് ചെയ്തിട്ടില്ല, പാറ്റ ഇപ്പോഴും ഒന്നാമനാണ്, 13 അറകളോടുകൂടി നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് ഓരോരുത്തരുടെയും ഹൃദയ അറകൾ എന്ന് പറയുന്നത്. ഇതിൽ ഉരകങ്ങൾക്ക് എത്ര ഹൃദയ അറകളുണ്ട്? അതിൽ ആരാണ് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഉരകം? ഇതൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇനി ഹൃദയസ്പന്ദനവും പൾസും, ഇത് രണ്ടും ഒന്നാണോ? എന്താണ് ഹൃദയസ്പന്ദനം? ഹൃദയത്തിനും സങ്കോച വികാസങ്ങളുണ്ട്. ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും
പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹൃദയസ്പന്ദനം എന്ന് വിളിക്കുന്നത്, അല്ലെ? അങ്ങനെ ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം 1 മിനിറ്റിൽ 72 പ്രാവശ്യം സ്പന്ദിക്കും. ഇതാണ് ഹൃദയസ്പന്ദന നിരക്ക്. ഹൃദയസ്പന്ദന നിരക്ക് എന്ന് വെച്ചാല് 1 മിനിറ്റിൽ ഹൃദയം എത്ര തവണ സ്പന്ദനം ചെയ്യുന്നു, എത്ര തവണ സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതാണ് ഹൃദയസ്പന്ദന നിരക്ക്. അതെത്രയാണ് 1 മിനിറ്റില്? 72 തവണ. ഈ ഹൃദയസ്പന്ദനത്തിന്റെ ഭാഗമായിട്ട് ഹൃദയം ആർക്കാണ് ആദ്യം രക്തം കൊടുക്കുന്നത്? സിരക്ക് കൊടുക്കുവോ? ഇല്ല, ധമനിക്കാണ് കൊടുക്കുന്നത്. ഏറ്റവും ഉയർന്ന മർദ്ദം പ്രയോഗിക്കുന്നത് ആരിലാണ്? ധമനിയില്. ഈ ധമനിയിലേക്ക് രക്തം ഒഴുകുകയാണ്. നിങ്ങൾ ആലോചിച്ചോ, വീട്ടിലെ മോട്ടോർ പമ്പ് അത് വർക്ക് ചെയ്യുമ്പോൾ അല്ലെ, നമ്മളെ ടാങ്കിലേക്ക് വെള്ളം കയറുകയാണ്. അപ്പൊ ആ വെള്ളം ആദ്യമായിട്ട് ആ പൈപ്പിലേക്ക് എത്തില്ലേ, അല്ലെ? പൈപ്പിലേക്ക് എത്തുന്നു എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഭയങ്കര പ്രഷറിലായിരിക്കും മുകളിലേക്ക് അത് വെള്ളം കയറി പോകുന്നത്. അപ്പം ഈ ഈ പൈപ്പൊക്കെ ഇങ്ങനെ ചെറുങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത്, അല്ലെ? ഒരു തരംഗ ചലനം കാണാൻ പറ്റും, ജലത്തിന്റെ തരംഗ ചലനം. അതുപോലെ തന്നെ ഇവിടെയും ഹൃദയസ്പന്ദനത്തിന്റെ ഭാഗമായിട്ട് ധമനികളിലേക്ക് കയറുന്ന രക്തത്തിന് ഒരു തരംഗ ചലനം ഉണ്ടാവും. ഇത് ഈ ധമനികളിലും ചലനം സൃഷ്ടിക്കുന്നു. ഈ തരംഗ ചലനം പൾസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ പൾസിന്റെ നിരക്കും ഹൃദയസ്പന്ദന നിരക്കും എപ്പോഴും തുല്യമായിരിക്കും. ഓക്കെ, നമ്മൾ എന്തെങ്കിലും കായികാധ്വാനത്തിൽ ഏർപ്പെടുമ്പോൾ ഈ പറഞ്ഞ ഹൃദയസ്പന്ദന നിരക്ക് കൂടുകയാണ് ചെയ്യുക. പൾസിന്റെ നിരക്കും ഹൃദയസ്പന്ദന നിരക്കും കായികാധ്വാനം ചെയ്യുമ്പോൾ കൂടും, ഉറങ്ങുമ്പോൾ കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കേണ്ടത് എവിടെയൊക്കെയാണ് പൾസ് അറിയാൻ കഴിയുന്നത്. നമ്മുടെ കൈത്തണ്ട പരിശോധിച്ച ഡോക്ടർമാർ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? കൈത്തണ്ടയില്, നെറ്റിയുടെ ഇരുവശങ്ങളില്, കഴുത്തിന്റെ വശങ്ങളില്, ഇത്രയും ഭാഗങ്ങളിലാണ് നമുക്ക് എന്തറിയാൻ വേണ്ടി പറ്റുന്നത്? പൾസ് അറിയാൻ വേണ്ടി പറ്റുന്നത്. പൾസ് നിരക്കും ഹൃദയസ്പന്ദന നിരക്കും തുല്യം. ഓക്കെ, 1 മിനിറ്റിൽ 72 ഹൃദയസ്പന്ദന നിരക്കെങ്കിൽ പൾസും അത്ര തന്നെയാണ്. ഇതാ, ഡോക്ടർ കുട്ടിയെ പരിശോധിക്കാൻ ഒരു ഉപകരണം നോക്കുന്നില്ലേ? ഇവിടെ നമ്മൾ എന്താ നോക്കുന്നേ? എന്താണ് ഈ ഉപകരണം? ഈ ഉപകരണം ഹൃദയസ്പന്ദനം പരിശോധിക്കാൻ ഉപയോഗിക്കുന്നതാണ്, നിരക്കറിയാൻ. ഇതിനെയാണ് നമ്മൾ സ്റ്റെതസ്കോപ്പ് എന്ന് വിളിക്കുന്നത്. ഇത് കണ്ടെത്തിയ ആളാണ് റെനെ ലെനക്ക്. സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയത് ആരാണ്? റെനെ ലെനക്ക് ആണ്. ഇനി ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഹൃദയത്തിന്റെ ആത്മഗതമായിട്ട്. എന്താ പറയുന്നത്? കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം പ്രശ്നമാണ്, പുകവലി, മദ്യപാനം എന്നീ ദുശീലങ്ങൾ പ്രശ്നമാണ്, ജീവിതശൈലി രോഗങ്ങൾ പ്രശ്നമാണ്, വ്യായാമം ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ്. അപ്പൊ ഹൃദയാരോഗ്യം നിലനിർത്താൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും? കൂടുതൽ കൊഴുപ്പടങ്ങിയ, ഉപ്പടങ്ങിയ ആഹാരം കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം. പുകവലി, മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾ, അല്ലെ? ഇതും എന്തുണ്ടാവും? അതിലുള്ള ഘടകങ്ങളൊക്കെ നമ്മുടെ രക്തക്കുഴലിൽ അടിഞ്ഞുകൂടി രക്തത്തിന് ഒഴുക്കിന് തടസ്സം ഉണ്ടാക്കും കേട്ടോ. അതാണ്. അതേപോലെ ജീവിതശൈലി രോഗങ്ങൾ തെറ്റായ ഭക്ഷണശീലം ഒക്കെ കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പൊ നമ്മൾ ഈ കൊഴുപ്പ് കൂടുതൽ അടങ്ങിയത്, ഉപ്പ്, മധുരം തുടങ്ങിയവ കൂടുതൽ അടങ്ങിയ ആഹാരം ഒന്ന് നിയന്ത്രിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഈ പുകവലി, മദ്യപാനം പോലെ തന്നെ അതിലുള്ള ഘടകങ്ങൾ, ഈ ഉപ്പും പഞ്ചസാരയും കൊഴുപ്പും ഒക്കെ നമ്മുടെ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ കൃത്യമായിട്ട് വ്യായാമം ചെയ്യണം, അല്ലെ? നമുക്ക് ആവശ്യമില്ലാത്ത കൊഴുപ്പുണ്ട്, ആ കൊഴുപ്പിനെ ഒഴിവാക്കാൻ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? വ്യായാമം ചെയ്യേണ്ടി വരും. ഇനി മുറിവുണ്ടായാൽ, അല്ലെ, രക്തക്കുഴലുകളിൽ മുറിഞ്ഞാൽ എന്താ സംഭവിക്കുക? മുറിവുണ്ടായാൽ രക്തം പുറത്തേക്ക് ഒഴുകും, അല്ലെ? അതിന്റെ ഒരു പ്രഥമ ശുശ്രൂഷയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുക. ഇത് നമ്മൾ എക്സാമിനായിട്ടല്ല, PSC ഓറിയന്റഡ് അല്ല ഈ ഭാഗം കേട്ടോ. ഇപ്പൊ ശുദ്ധജലം ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കുക, മുറിവിൽ അമർത്തി പിടിക്കുക. എന്തിനാണ്? രക്തം കട്ടപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ഒഴുകിക്കൊണ്ടേയിരിക്കുമ്പോൾ കട്ടപ്പിടിക്കാൻ വൈകൂലേ? അപ്പോൾ ആ ഒഴുക്ക് തടയാണ് നമ്മളവിടെ ചെയ്യുന്നത്. പിന്നെ കയ്യിലാ മുറിവെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കുന്നത് നല്ലതാണ്. രക്തപ്രവാഹം നിലയ്ക്കുന്നില്ലെങ്കിൽ ശുദ്ധമായ തുണിയോ ബാൻഡേജോ കൊണ്ട് മുറിവ് പൊതിഞ്ഞു കെട്ടുക, വൈദ്യസഹായം ലഭ്യമാക്കുക. ഇത്രയൊക്കെയാണ്. ഇനി ഹൃദയം മാറ്റിവെക്കുക. ഗുരുതരമായ ഹൃദ്രോഗമുള്ളവർക്ക് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താറുണ്ട്, അല്ലെ? സാധാരണ അതിൽ ഉപയോഗിക്കുന്നത് ആരെയാണ്? മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു വ്യക്തി, കോമ സ്റ്റേജിലുള്ള, അല്ലെ, അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഹൃദയമാണ് ഉപയോഗിക്കാറുള്ളത്. 1967 ഡോക്ടർ ക്രിസ്ത്യൻ ബർണാർഡാണ് ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് നടത്തിയത്. രക്തദാന മഹാദാനം. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ എത്ര രക്തമുണ്ട്?
5.5 ലിറ്റർ രക്തമാണ് അല്ലേ? അപ്പോൾ സാധാരണ നമുക്ക് എന്തെങ്കിലും അപകടം വരുമ്പോഴോ അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴോ രക്തത്തിന്റെ അളവ് കുറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? രക്തം സ്വീകരിക്കേണ്ടി വരും അല്ലേ? അപ്പൊ ഈ രക്തം സ്വീകരിക്കാൻ എവിടെ നിന്നാണ് രക്തം കിട്ടുന്നത്? കുറച്ചു പേര് ദാനം ചെയ്യുന്നതോടാണ് കിട്ടുന്നത് അല്ലെ? എന്താണ് രക്തദാനം? ഒരാൾ സ്വമനസാലെ, അതാണ് സ്വമനസാലെ മറ്റൊരാൾക്കോ ശാസ്ത്രീയമായിട്ട് സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കുന്നതിനോ വേണ്ടിയിട്ട് രക്തം കൊടുക്കുന്നതാണ്. അതായത് മറ്റൊരാൾക്കോ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരാൾക്ക് അത്യാവശ്യമാണ് അല്ലെ, ഇന്നേ രക്തം വേണം, AB പോസിറ്റീവ് രക്തം വേണം, O പോസിറ്റീവ് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കില്ലേ? അത് ശാസ്ത്രീയമായിട്ട് സൂക്ഷിക്കുക എന്ന് വെച്ചാൽ ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിച്ചു വെക്കും അല്ലെ? അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലഡ് ബാങ്കിൽ സൂക്ഷിച്ചിട്ട് സാധാരണഗതിയിൽ നമ്മളോട് ഇപ്പൊ രക്തം ചോദിക്കുന്നുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഇന്നേ ബ്ലഡ് വേണമെന്ന് പറയുന്നുണ്ടല്ലോ. ശരിക്ക് ആ സമയത്ത് നമ്മളവിടെ ആരെയാണോ അഡ്മിറ്റ് ചെയ്തത് ആ രോഗിക്ക് ഓൾറെഡി ബ്ലഡ് ബാങ്കിൽ വെച്ച രക്തം കൊടുത്തിട്ട് ആ സ്റ്റോക്കിലേക്ക് റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മളോട് രക്തം ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് സാധാരണ. അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കേസിൽ സാധാരണ 18 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മൾ ഒരു സാമൂഹിക സേവനം എന്ന രീതിയിൽ നമുക്കിത് കൊടുക്കാൻ വേണ്ടി പറ്റും. 3 മാസ കാലയളവിൽ കൊടുക്കാൻ പറ്റും. ഒരു ആരോഗ്യമുള്ള സ്ത്രീ ആണെങ്കിൽ 4 മാസ കാലയളവിയുടെ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്താണ് ഏതുമായിട്ടുള്ള ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോ പറഞ്ഞത്. നമ്മളിപ്പോ പറഞ്ഞതൊക്കെ നമ്മുടെ രക്തപര്യന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.